ഇന്ത്യയുടെ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ അനയ എന്ന ബഹുമാനിയായ ഒരു സെൻഗുരു ജീവിച്ചിരുന്നു. ആരോഗ്യത്തിൻ്റെ ഈ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രായത്തിലുമുള്ള അന്വേഷകർ അവളുടെ പഠിപ്പിക്കലുകൾ തേടിയെത്തി. ശാന്തമായ ഒരു പ്രഭാതത്തിൽ രാഹുൽ എന്ന യുവാവ് കൗതുകത്തിൻ്റെ കണ്ണുകളോടെ മാസ്റ്റർ അനയെ സമീപിച്ചു. വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രാഹുലിന് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് മാർഗനിർദ്ദേശം തേടി. മാസ്റ്റർ അനയ രാഹുലിൻ്റെ സ്വരത്തിൽ പ്രതീക്ഷ നിഴലിച്ചു. ഇത്രയും നാളായി അസുഖം എന്നെ അലട്ടുന്നു. സ്വാഭാവികമായും സ്വയം സുഖപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? സൗമ്യമായ പുഞ്ചിരിയോടെ മാസ്റ്റർ അനയ രാഹുലിനെ തൻ്റെ ശാന്തമായ സങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്തു. കുടിവെള്ളത്തിൻ്റെ രോഗശാന്തി ശക്തിക്കുള്ളിൽ കിടക്കുന്ന കാലാതീതമായ ജ്ഞാനം നൽകാൻ തയ്യാറായി. പ്രിയപ്പെട്ട രാഹുൽ, മാസ്റ്റർ അനയ തുടങ്ങി. അവളുടെ സ്വരത്തിൽ അനുകമ്പ നിറഞ്ഞു. വെള്ളം ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ആവശ്യമല്ല, മറിച്ച് ഒരു ശക്തമായ രോഗശാന്തിയാണ്. എല്ലാ രോഗങ്ങളും ഭേദമാക്കാൻ വെള്ളം കുടിക്കുന്നതിൻ്റെ അഗാധമായ നേട്ടങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാം. ഓരോ കാര്യങ്ങളിലൂടെയും രാഹുലിനെ വിവേകത്തോടെയും ഉൾക്കാഴ്ചയിലൂടെയും നയിച്ചുകൊണ്ട് അവൾ ഇനി പറയുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. ജലാംശം. മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും ജലാംശം നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം മാസ്റ്റർ അനയ ഊന്നി പറഞ്ഞു. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാനും അവയവങ്ങളുടെയും സിസ്റ്റങ്ങളുടെയും മികച്ച പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അവർ രാഹുലിനോട് വിശദീകരിച്ചു. വിമുക്തമാക്കൽ. ജലം പ്രകൃതിദത്തമായ വിഷാംശ നിർമ്മാർജ്ജനമായി പ്രവർത്തിക്കുന്നു. മാസ്റ്റർ അനയ അഭിപ്രായപ്പെട്ടു. ശരീരത്തിൻ്റെ വിഷാംശമില്ലാതാക്കുന്ന പ്രക്രിയകളെ പിന്തുണയ്ക്കുന്നതിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതിനും ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കാൻ അവർ രാഹുലിനെ ഉപദേശിച്ചു. മെച്ചപ്പെട്ട ദഹനം. ജലം ദഹനത്തെ സഹായിക്കുന്നു, മലബന്ധം തടയുന്നു, മാസ്റ്റർ അനയ പറഞ്ഞു. ദഹന പ്രക്രിയയെ പിന്തുണയ്ക്കുന്നതിനും ക്രമം നിലനിർത്തുന്നതിനും ഭക്ഷണത്തിന് മുമ്പും ശേഷവും വെള്ളം കുടിക്കാൻ അവർ രാഹുലിനെ പ്രോത്സാഹിപ്പിച്ചു. ബൂസ്റ്റഡ് ഇമ്മ്യൂണിറ്റി. ജലീകരണം രോഗപ്രതിരോധ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുന്നു. മാസ്റ്റർ അനയ നിരീക്ഷിച്ചു. കുടിവെള്ളം കോശങ്ങളിലേക്കും ടിഷ്യൂകളിലേക്കും പോഷകങ്ങൾ എത്തിക്കുന്നതിനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും രോഗത്തെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുമെന്ന് അവർ രാഹുലിനോട് വിശദീകരിച്ചു. തലവേദനയുടെ ആശ്വാസം. നിർജ്ജലീകരണം പലപ്പോഴും തലവേദനയ്ക്ക് കാരണമാകും, മാസ്റ്റർ അനയ അഭിപ്രായപ്പെട്ടു. തലവേദനയുടെ ആദ്യ ലക്ഷണങ്ങളിൽ വെള്ളം കുടിക്കാൻ അവർ രാഹുലിനോട് ഉപദേശിച്ചു. കാരണം ഇത് രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാനും ഭാവിയിൽ സംഭവിക്കുന്നത് തടയാനും സഹായിക്കും. ആരോഗ്യമുള്ള ചർമ്മം. വെള്ളം ചർമ്മത്തെ ഉള്ളിൽ നിന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നു, മാസ്റ്റർ അനയ പറഞ്ഞു. വരൾച്ചയും അകാല വാർദ്ധക്യവും കുറയ്ക്കാനും ചർമ്മത്തെ ഈർപ്പമുള്ളതും തിളക്കമുള്ളതുമായി നിലനിർത്താൻ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ അവർ രാഹുലിനോട് ആവശ്യപ്പെട്ടു. മെച്ചപ്പെട്ട ഏകാഗ്രത. ജലീകരണം വൈജ്ഞാനിക പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു, മാസ്റ്റർ അനയ നിരീക്ഷിച്ചു. ഉൽപാദനക്ഷമതയും പ്രകടനവും മെച്ചപ്പെടുത്താനും മാനസികമായി ഉണർന്നിരിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ദിവസം മുഴുവൻ പതിവായി വെള്ളം കുടിക്കാൻ അവർ രാഹുലിനെ ഉപദേശിച്ചു. നിയന്ത്രിത ശരീര താപനില നിയന്ത്രിക്കാൻ വെള്ളം സഹായിക്കുന്നു, മാസ്റ്റർ അനയ വിശദീകരിച്ചു. നിർജ്ജലീകരണം, ചൂട് സംബന്ധമായ അസുഖങ്ങൾ എന്നിവ തടയാൻ ചൂടുള്ള കാലാവസ്ഥയിലോ ശാരീരിക പ്രവർത്തനങ്ങളിലോ വെള്ളം കുടിക്കാൻ അവർ രാഹുലിനെ ഓർമ്മിപ്പിച്ചു. ജോയിൻ്റ് ഹെൽത്ത്. ജലീകരണം സന്ധികളെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും ടിഷ്യൂകളെ കുഷൻ ചെയ്യുകയും ചെയ്യുന്നു, മാസ്റ്റർ അനയ പറഞ്ഞു. സംയുക്ത ആരോഗ്യത്തെ സഹായിക്കുന്നതിനും കാഠിന്യത്തിൻ്റെയും അസ്വസ്ഥതയുടെയും സാധ്യത കുറയ്ക്കുന്നതിനും വെള്ളം കുടിക്കാൻ അവർ രാഹുലിനെ പ്രോത്സാഹിപ്പിച്ചു. ക്ഷീണം ലഘൂകരിക്കൽ. നിർജ്ജലീകരണം ക്ഷീണത്തിൻ്റെ വികാരങ്ങൾക്ക് ഇടയാക്കും, മാസ്റ്റർ അനയ അഭിപ്രായപ്പെട്ടു. ക്ഷീണതയോ മന്ദതയോ തോന്നുമ്പോൾ വെള്ളം കുടിക്കാൻ അവർ രാഹുലിനോട് ഉപദേശിച്ചു. കാരണം അത് ഊർജ്ജനില വർദ്ധിപ്പിക്കാനും ക്ഷീണത്തെ ചെറുക്കാനും സഹായിക്കുന്നു. കിഡ്നി പ്രവർത്തനം. വൃക്കകളുടെ ആരോഗ്യത്തിന് വെള്ളം അത്യാവശ്യമാണ്, മാസ്റ്റർ അനയ ഊന്നി പറഞ്ഞു. ജലാംശം നിലനിർത്തുന്നതിന് വൃക്കകളെ രക്തത്തിലെ മാലിന്യങ്ങളും വിഷവസ്തുക്കളും ഫിൽട്ടർ ചെയ്യാനും
വൃക്കയിലെ കല്ലുകളും മറ്റ് സങ്കീർണതകളും തടയാനും സഹായിക്കുമെന്ന് അവർ രാഹുലിനോട് വിശദീകരിച്ചു. മൊത്തത്തിലുള്ള ചൈതന്യത്തിനും ദീർഘായുസ്സിനും കുടിവെള്ളം അത്യന്താപേക്ഷിതമാണ്, മാസ്റ്റർ അനിയ ഉപസംഹരിച്ചു. രാഹുലിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ജലാംശം ഒരു മുൻഗണനയാക്കാൻ അവർ പ്രോത്സാഹിപ്പിച്ചു. അത് ഒപ്റ്റിമൽ ആരോഗ്യത്തിനും ക്ഷേമത്തിനും താക്കോലാണെന്ന് മനസ്സിലാക്കി. മാസ്റ്റർ അനിയ തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ രാഹുലിന് വ്യക്തതയും ശാക്തീകരണവും അനുഭവപ്പെട്ടു. പുതിയ നിശ്ചയദാർഢ്യത്തോടെ എല്ലാ രോഗങ്ങളിൽ നിന്നും സുഖപ്പെടുത്തുന്നതിനും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുമുള്ള താക്കോൽ വെള്ളം കുടിക്കുന്നതിൻ്റെ ജ്ഞാനം തൻ്റെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. അതിനാൽ മാസ്റ്റർ അനിയയുടെ മാർഗനിർദ്ദേശപ്രകാരം രാഹുൽ രോഗശാന്തിയുടെയും പുനരുജ്ജീവനത്തിൻ്റെയും ഒരു യാത്ര ആരംഭിച്ചു. കുടിവെള്ളത്തിൻ്റെ രോഗശാന്തി ശക്തി സ്വീകരിക്കുന്നതിലൂടെ തൻ്റെ ചൈതന്യം വീണ്ടെടുക്കാനും ആരോഗ്യത്തോടും സമൃദ്ധിയോടും കൂടി ജീവിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.